കിഴക്കിൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന മൂന്നാറിൻ്റെ ക്രമസമാധാന പാലനം ഇനി വനിതാ SHOയ്ക്ക്. ഇവിടെ SHO ആയി നിയമിതയായിരിക്കുന്നത് കൃഷ്ണപ്രിയ ഉണ്ണിയാണ്. ഇടുക്കി കട്ടപ്പന സ്വദേശിനി കൂടിയാണ്. കൃഷ്ണപ്രിയ ഉണ്ണിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം. അമൃത വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ചോദിക്കട്ടെ, സാധാരണ പെൺകുട്ടികൾ ഒരു പോലീസ് ടെസ്റ്റിലേക്ക് വരുന്നത് അത്ര എളുപ്പമല്ല, പ്രത്യേകിച്ച് ഇടുക്കിയിൽ നിന്ന്. എന്തുകൊണ്ടാണ് ഈ ഒരു പോലീസ് ആകാൻ തീരുമാനിച്ചത്? പണ്ട് തൊട്ട് യൂണിഫോം പോസ്റ്റ് ഇഷ്ടമായിരുന്നു. പോലീസുകാരെ കാണുമ്പോഴെല്ലാം ഒരു സന്തോഷം, അവർ ചെയ്യുന്ന കാര്യങ്ങൾ അത് കാണുമ്പോൾ ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെ ഡിഗ്രി കഴിഞ്ഞു, PSC കോച്ചിങ്, അച്ഛൻ PSC കോച്ചിങ്ങുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനത്തിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫീൽഡിലേക്ക് പോയി, അങ്ങനെ പഠിത്തം തുടങ്ങി. അങ്ങനെ എക്സാം വന്നു. കറക്റ്റ് കൊറോണയായിപ്പോൾ എക്സാം ഒത്തിരി ഡിലേ ആയി. പിന്നെ പഠിച്ചു. അപ്പോൾ ഈ എക്സാം വന്നു, എഴുതി, അങ്ങനെ കിട്ടി. ഈ സാധാരണ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ഒരവസ്ഥയല്ല പോലീസ് സേനയ്ക്ക് ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ. കാരണം പുറത്തു നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ യൂണിഫോമിനോട് വലിയ താല്പര്യം, ആരാധനയൊക്കെ തോന്നാം. പക്ഷേ പോലീസ് ആയിക്കഴിഞ്ഞപ്പോൾ ഈ പുറത്തുനിന്ന് കണ്ട ഒരു കാഴ്ചയാണോ? പുറത്തുനിന്ന് കാഴ്ച അല്ല, നമ്മൾ കണ്ട ഒരു കാഴ്ചയല്ല. ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടാണല്ലോ നമുക്ക് ഇൻസ്പിറേഷൻ ഉണ്ടായത്. പക്ഷേ അതല്ല, ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ പുറത്തുനിന്ന് നോക്കി കാണുന്നതിൽ നിന്നും ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞൊരു ഫീൽഡ് തന്നെയാണ്. ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങളാണ് നമ്മളിലേക്ക് വരുന്നത്. നമ്മൾ ചിലപ്പോൾ കേട്ടിട്ട് നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഉള്ളൊരു ഫീൽഡ് ആയിരിക്കുകയില്ല ഓരോ പെറ്റീഷൻ വരുന്നതാണെങ്കിലും എല്ലാം പുതിയ പുതിയ കാര്യങ്ങളാണ്. നമ്മളിന്നും പഠിച്ചുകൊണ്ടേ ഇരിക്കേണ്ട ഒരു ഫീൽഡാണ്. ആദ്യത്തെ പോസ്റ്റിംഗ് കണ്ണൂരാണ്. ഏറ്റവും പ്രശ്നമുള്ള ഒരു സ്ഥലമാണ് കണ്ണൂർ ജില്ല. തൊട്ടടുത്ത് വരുന്നത് മൂന്നാറാണ്. മൂന്നാറിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കേസുകൾ, ക്രൈം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ്. മൂന്നാറിലെ ഈ ഒരു മാസത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? മൂന്നാറിനെ സംബന്ധിച്ചിടത്തോളം ടൂറിസ്റ്റുകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ടൂറിസം മേഖലയാണ്. ഒരുപാട് ആൾക്കാരുകൾ വന്നു പോകുന്ന സ്ഥലമാണ്. അതും പല ജില്ലകളിൽ നിന്ന്, പല സംസ്ഥാനങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നത്. അപ്പോൾ ലാംഗ്വേജിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇവരെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയണമെന്നില്ല. അപ്പോൾ തെലുങ്ക് പീപ്പിൾ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഭാഷയുടെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ തോട്ടം മേഖലയാണ്. തോട്ടം തൊഴിലാളികൾ, തമിഴ് പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. അതും ഡീൽ ചെയ്യാൻ കുറച്ച് പാടുള്ള വിഷയം തന്നെയാണ്. ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, നമ്മുടെ ഇടുക്കി ജില്ലയിൽ നിന്നും ഇത്തരത്തിലുള്ള പോസ്റ്റുകളിലേക്ക് ആളുകൾ വരിക എന്ന് പറയുന്നത് പുതിയ കുട്ടികൾക്കൊരു വലിയ ഇൻസ്പിറേഷനാണ്. കഴിഞ്ഞ ദിവസം ഉപ്പുതറ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവിടെ തന്നെ ST വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ഡോക്ടറായി ചാർജ് എടുക്കുന്നു. ഇപ്പോൾ കട്ടപ്പന സ്വദേശിനി മൂന്നാറ്റിൽ SHO ആകുന്നു. എങ്ങനെയാണ് പുതിയ തലമുറയ്ക്ക് ഇതൊക്കെ ഒരു ഇൻസ്പിറേഷനായി മാറില്ലേ? പുതിയ കുട്ടികൾ വരട്ടെ, അല്ല കുട്ടികളും പുതിയ പുതിയ ഫീൽഡുകളിലേക്ക് വരട്ടെ. അത് സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. ഇപ്പം ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ ഇരുന്നുകൊണ്ടിരുന്നത് പുറത്തെ ജില്ലയിൽ നിന്നുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇനി ഇടുക്കിക്കാർ തന്നെ വരട്ടെ ഇടുക്കി സ്ഥാപനങ്ങളിലേക്ക്. വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ട് ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല. കാരണം ഉണ്ണി സാറിനെ എനിക്ക് ദീർഘകാലമായി അറിയാവുന്ന ആളാണ്. PSC കോച്ചിങ്ങിലൂടെ ഒരുപാട് പേർ കുട്ടികൾക്ക് ഒരു ഗവൺമെൻറ് സർവീസിലേക്ക് വഴികാട്ടി കൊടുത്ത ഒരാളാണ്. എങ്കിലും എങ്ങനെയുണ്ട് വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ട്? വീട്ടിൽ നിന്ന് വളരെ സപ്പോർട്ടാണ്. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അനിയത്തി, ഹസ്ബൻഡ് ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ഇപ്പം രണ്ടുപേരും കല്യാണം കഴിഞ്ഞിട്ട് 2 മാസമായിട്ടേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് വളരെ വലുതാണ്. 2 ജില്ലകളിലാണ് ഞങ്ങൾ രണ്ടുപേരും. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഇപ്പോൾ ഓണക്കാലമാണ് വരാൻ പോകുന്നത്. മൂന്നാറിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്ന ഒരു സമയം ഓണക്കാലമാണ്. പ്രത്യേകിച്ച് ട്രാഫിക് തന്നെ ഒരു വലിയ വിഷയമാണ്. ഇതിനുള്ള ഒരു മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? നമ്മൾ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. ഇനിയിപ്പം ഓണം വരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ട്രാഫിക് നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ പാടാണ്. കാരണം എല്ലാവർക്കും വെക്കേഷനുള്ള സമയമാണ്. എല്ലാവരുടെയും ആദ്യത്തെ തന്നെ ഒരു ഓപ്ഷനാണ്, ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് മൂന്നാർ. അപ്പോൾ എല്ലാവരും ആദ്യം ചൂസ് ചെയ്യുക മൂന്നാറാണ്. അപ്പോൾ ഒത്തിരി പേര് വരും. വണ്ടികൾ അതുപോലെ തന്നെ. ട്രാഫിക് നമ്മുടെ ഒരു ചെറിയ ടൗണാണ്. നമുക്ക് ഡീൽ ചെയ്യാൻ കുറച്ച് പാടാണ്. നമ്മളെന്നാലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇടുക്കി ജില്ലയിൽ നിന്ന് തന്നെയുള്ള ഒരാൾ ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോലീസ് സ്റ്റേഷനായ മൂന്നാറിൻ്റെ SHO ആയി എത്തുന്നു. ക്രമസമാധാന രംഗത്ത് ഏറെ ശ്രദ്ധേയമായ നടപടികളിലേക്ക് നീങ്ങാൻ ഒരുങ്ങുന്നു. ഏറെ സന്തോഷകരമായ കാര്യമാണ് തീർച്ചയായും. അമൃത വാർത്തകളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന് പ്രത്യേകം നന്ദി.